ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ അറബി മലയാളം അത് പഠിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അറബി മലയാളത്തിലുള്ള ബുക്ക് വായിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരും കർണാടകയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് നമ്മൾ മലയാളം പറയുന്നത് മനസ്സിലാകുമെങ്കിലും ഞാൻ ഇവിടെ ചെറിയ വേർഡ്സുകൾ അറബി മലയാളത്തിൽ എഴുതുന്നത് അതിൻ്റെ കൂടെ മലയാളത്തിലും കന്നഡ ലിപിയിലും എഴുതി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് അറബി മലയാളത്തിൽ അറബി മലയാളത്തിൽ വെച്ച് വരുന്ന ഒരു 5 പദങ്ങൾ പരിചയപ്പെടാം. ആ പദങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന മറ്റു പദങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് അരണ എന്ന് എഴുതുകയാണ്. അപ്പോൾ അതിൽ മലയാളത്തിലെ ആ എന്ന് വരുന്നതും മലയാളത്തിൽ രാ എന്ന് വരുമ്പോഴും മലയാളത്തിൽ ണ എന്ന് വരുമ്പോഴും എഴുതുന്ന അക്ഷരങ്ങൾ അത് അറബി മലയാളത്തിലേക്ക് ആകുമ്പം ആ 3 അക്ഷരങ്ങളും എഴുതുന്ന എഴുത്ത് രീതി മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിന്ന് അരണ എന്ന് അറബി മലയാളത്തിൽ എഴുതാം. അപ്പോൾ ആ ര ണ അരണ. അത് അറബി മലയാളത്തിൽ എഴുതുമ്പോൾ വന്ന ആദ്യത്തെ അക്ഷരം ആ, പിന്നെ ര ണ അരണ. ആ രീതിയിൽ നമുക്കൊരു 5 പദങ്ങൾ പരിചയപ്പെടാം. ഇനി അടുത്തത് അടി. അടി എന്ന് വരുമ്പോൾ ആദ്യം നമ്മൾ ആ പഠിച്ചു അല്ലേ? അലിഫും വത്തവും ഇട്ടാൽ ആ എന്ന് നമുക്ക് അറബി മലയാളത്തിലും മനസ്സിലാക്കാം. പിന്നെ അടി എന്ന് വരുമ്പോൾ ഡി എന്ന അക്ഷരം അത് ദാല് അറബിയിലെ ദാലിന് താഴെ ഒരു പുള്ളി നൽകിയാൽ ഡോട്ട് നൽകിയാൽ അത് ഫത്തഹോ കസറ എങ്ങനെയാണോ നൽകുന്നത് അതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ കസറ നൽകി അടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതാ അട എന്ന് വരുമ്പം അതുപോലെ തന്നെ, പക്ഷേ നമ്മൾ ഡ എന്ന് എഴുതുമ്പം മുകളിൽ ഫത്തഹയാണ് നൽകേണ്ടത്. അത് മനസ്സിലാക്കാം. അപ്പോൾ അടി അട എന്നത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ നമുക്കവിടെ ഡ ഡി ഡു ലൊമ്മ നൽകിയാൽ ഡു ആയി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് അക്ഷരങ്ങൾ വരുന്നത് പഠിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം. ഇനിയാ അടുത്തത് അമ്മ. അപ്പോൾ നമുക്കവിടെ അമ്മ എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അമ്മ. അപ്പോൾ ആ പിന്നെ കൂട്ടക്ഷരമായ മാ വരുന്നത് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷദ് നൽകണം. അതിന് മുകളിൽ മാ എന്ന് എഴുതുന്ന ഫതഹയും നൽകണം അല്ലേ? അപ്പോൾ അമ്മ കൂട്ടക്ഷരത്തിന് ഷദ് നൽകുകയാണ് ചെയ്യേണ്ടത്. കൂട്ടക്ഷരം വരുമ്പോൾ അവിടെ ഏത് അക്ഷരമാണെങ്കിലും അവിടെ ഷദ് നൽകുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് അപ്പം. അവിടെ ആ നമ്മൾ പഠിച്ച്. ഇനി പാ എഴുതുമ്പോൾ അവിടെ കൂട്ടക്ഷരവും കൂടിയാണ്. നമ്മൾ അറബിയിലെ ബാ പഠിച്ചിട്ടുണ്ട്. ബാ ഒരു പുള്ളിയാണ് വരിക. അപ്പം പാ എന്ന് പറയുമ്പോൾ നമുക്കെന്ത് ചെയ്യണം? ബാൻ്റെ താഴെ 3 പുള്ളികൾ നൽകണം. അപ്പോഴാണ് പാ എന്ന അക്ഷരം ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഹർക്കത്തുകൾ ഫതഹയും കസറയും ലൊമ്മയും നൽകുമ്പോഴുള്ള ഉച്ചാരണങ്ങളാണ് മാറുക. അപ്പോൾ ഇവിടെ ഫതഹ വന്നത് കാരണം പ അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ പാ എഴുതുക. എന്നിട്ട് നമുക്കെന്ത് ചെയ്യാം? അതിന് ശ്രദ്ധ കൂടി നൽകാം. അപ്പോൾ പ എന്ന് നമ്മൾ എഴുതുക. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ നൽകണം. പിന്നെ ഇരുന്ന് വരുമ്പോൾ നമുക്കവിടെ മീമ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സുക്കൂന് കൂടി നൽകണം. അപ്പോൾ അത് ആ രീതിയിൽ അപ്പം എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ 5 വേർഡ്സുകൾ നന്നായിട്ട് ഒരുപാട് തവണ നിങ്ങൾ പഠിച്ചാൽ അറബി മലയാളത്തിൽ ഈ പദങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഈ അക്ഷരങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും പദത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.